ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായമാണ് നാം ചിന്തിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ചേർന്നുള്ള 1-ാം മിഷണറി യാത്രയാണ്. അവർ പോയ സ്ഥലങ്ങളെക്കുറിച്ച് നാം കണ്ടു. പിസിദിയയിലുള്ള അന്ത്യോക്യ, പെർഗ, ഡെർബ, ലുസ്ട്ര തുടങ്ങിയ സ്ഥലങ്ങൾ അവരുടെ യാത്രയിൽ ഉൾപ്പെട്ടിരുന്നു. അവിടെ അവർ ചെയ്ത ശുശ്രൂഷകളെക്കുറിച്ച് നാം വായിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അവർ ലുസ്രയിലെത്തിയ കാര്യം പറഞ്ഞു. പിന്നെ ലുസ്രയിൽ ഉണ്ടായ ചില കാര്യമാണ് നാം 8-ാം വാക്യം മുതൽ വായിക്കുന്നത്. ഞാനത് വായിക്കുന്നു. ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ബർന്നബാസിന് ഇന്ദ്രനെന്നും പൗലോസ് മുഖ്യപ്രസംഗിയാകയാൽ അവന് ബുധനെന്നും പേർ വിളിച്ചു. പട്ടണത്തിൻ്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലഭൂഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു. ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു മുടന്തൻ ലുസ്രയിലുണ്ടായിരുന്നു. അവൻ ദൈവവചനം കേട്ടു. അവനത് വിശ്വസിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, പൗലോസ് അവനെ നോക്കിയപ്പോൾ അവന് സൗഖ്യം പ്രാപിപ്പാൻ വിശ്വാസമുണ്ട് എന്ന് കണ്ടു എന്ന് കാണുന്നു. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറയും, അവർ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, അത്ഭുത രോഗസൗഖ്യത്തിനു വേണ്ടി ശ്രമിച്ചു, പക്ഷേ രോഗിക്ക് വിശ്വാസമില്ലാതിരുന്നത് കൊണ്ട് അവന് സൗഖ്യം കിട്ടിയില്ല എന്ന്. പലപ്പോഴും ഇതൊരു എക്സ്ക്യൂസായിട്ടാണ് പറയുന്നത്. ഇവിടെ പൗലോസിന് അവന് സൗഖ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവന് വിശ്വാസമുണ്ട് എന്നറിയാമായിരുന്നു. അതിൻ്റെ അർത്ഥം വേറെ പലർക്കും വിശ്വാസമില്ലായിരുന്നു എന്നും പൗലോസിന് അറിയാമായിരുന്നു. അത്ഭുത രോഗശാന്തിക്കുള്ള വരമുണ്ടായിരുന്ന പൗലോസ് ഒരാൾക്ക് അതിനുള്ള വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് സൗഖ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു. അങ്ങനെയാണ് പൗലോസ് അത് ചെയ്തത്. അല്ലാതെ അതിന് ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ ഇവന് വിശ്വാസമില്ല എന്ന് താൻ പറഞ്ഞില്ല. ഇനി മറ്റൊരു കാര്യം, ഇതൊരു നിയമമല്ല, വിശ്വാസമുള്ളവർക്ക് മാത്രമേ സൗഖ്യം കിട്ടൂ എന്ന്. അങ്ങനെയാണെങ്കിൽ മരിച്ചവരെ ഉയർപ്പിച്ചവരുടെ കാര്യത്തിൽ നാം എന്തു പറയും? മരിച്ചയാൾക്ക് എന്തു വിശ്വാസമുണ്ടായിട്ടാണ് അയാളെ ഉയർപ്പിക്കുന്നത്? അപ്പോൾ അതൊരു നിയമമല്ല. അപ്പോസ്തല പ്രവൃത്തികളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിയമവും ഉപദേശവുമാക്കുന്നത് അപകടമാണ് എന്ന് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. ലുസ്രയിൽ നടന്ന മറ്റൊരു കാര്യമാണ് ഇനി നാം ചിന്തിക്കാൻ പോകുന്നത്. ഈ മുടന്തന് സൗഖ്യം കിട്ടിയത് ആളുകൾ അറിഞ്ഞു. ഇതൊരു അത്ഭുതമാണ്. ഉടൻ തന്നെ അവിടെയുള്ള ജനം വളരെ വിചിത്രമായ രീതിയിൽ പെരുമാറി. അവർ പറഞ്ഞു, ബർന്നബാസും പൗലോസും ഇവർ രണ്ടുപേരും ദേവന്മാരാണ്. എന്തുകൊണ്ടാണ് ഇവർ അങ്ങനെ പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. അവരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുൻപ്, ഈ സംഭവം നടക്കുന്നതിന് 150 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഒരു ഐതിഹ്യമാണത്. അവർ പറഞ്ഞ ഈ 2 ദേവന്മാർ,
ഇന്ദ്രൻ എന്നും ബുധൻ എന്നും പറഞ്ഞിരിക്കുന്നത് സേയൂസ് എന്ന ദേവനെക്കുറിച്ചാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ജൂപ്പിറ്റർ എന്നും പറയും. അതുപോലെ ബുധൻ എന്നുള്ളത് ഹെർമുസ് എന്ന് പറയുന്ന ദേവനെക്കുറിച്ചാണ്. അപ്പോൾ ഈ രണ്ട് ദേവന്മാരും ഈ പട്ടണത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നുപോലും. അന്ന് അവർ വന്നപ്പോൾ ആ പട്ടണത്തിലുള്ള ആരും അവരെ തിരിച്ചറിഞ്ഞില്ല. ആ പട്ടണത്തിലുള്ള പ്രായമുള്ള രണ്ട് ദമ്പതികൾ അവരെ തിരിച്ചറിഞ്ഞു, അവരെ വീട്ടിൽ സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി ആ പട്ടണത്തിന് വലിയ ദോഷമുണ്ടായി. ഇങ്ങനെയൊരു ഐതിഹ്യം അവരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈ മുടന്തിന് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ മനസ്സിലാക്കി ഇവർക്ക് എന്തോ അത്ഭുത ശുദ്ധിയുണ്ട്. പണ്ട് ദേവന്മാർ വന്നതുപോലെ അവർ വീണ്ടും വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവരെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ പട്ടണത്തിന് എന്തെങ്കിലും വലിയ കുഴപ്പമുണ്ടാകും എന്ന് തോന്നി അവർ ഉടൻ തന്നെ പൗലോസിനും ബർന്നബാസിനും യാഗം കഴിക്കാനും അവർക്ക് പൂമാലകളൊക്കെ കൊണ്ടിടുവാനും ശ്രമിച്ചു. ഇത് കണ്ടപ്പോൾ പൗലോസും ബർന്നബാസും അവരുടെ സർവശക്തിയും എടുത്ത് അവരെ തടയാൻ ശ്രമിച്ചു. വളരെ അപ്സെറ്റായി. അവർ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ വസ്ത്രം കീറിയെന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ദുഃഖവും വിഷമവും ഉണ്ടാകുമ്പോഴാണ് യഹൂദന്മാർ പൊതുവെ വസ്ത്രം കീറുന്നത്. അവർ പറഞ്ഞു, ഇതിലും മോശമായ ഒരു കാര്യം സംഭവിക്കാനില്ല, ഞങ്ങളെ ദൈവങ്ങളാക്കി കണക്കാക്കുന്നു. അവർ വസ്ത്രം കീറി അവരുടെ ഇടയിൽ ചെന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവർ പറഞ്ഞത് ഇതാണ്: നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് സൃഷ്ടാവായ ദൈവത്തെങ്കിലേക്ക് തിരിയണം. ബഹുദൈവ വിശ്വാസികളുടെ ഇടയിൽ ആണ് അവർ ഇപ്പോൾ നിൽക്കുന്നത്. അവരെ വിശ്വാസത്തിങ്കിലേക്ക് വരുത്തുവാൻ ആദ്യമായി അവർ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം ഇതാണ്: സൃഷ്ടാവായ ദൈവം സൃഷ്ടാവാണ്. ദൈവം സൃഷ്ടാവാണെങ്കിൽ ഒരു ദൈവമേ ഉണ്ടായിരിക്കും. കാരണം എല്ലാം സൃഷ്ടിച്ചവനാണല്ലോ ദൈവം. എല്ലാം സൃഷ്ടിച്ചവൻ ദൈവമാണെങ്കിൽ പിന്നെ വേറൊരു ദൈവം ഉണ്ടാകാൻ വഴിയില്ല. ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബഹുദൈവ വിശ്വാസം ഉള്ള ആളുകൾക്ക് ദൈവം സൃഷ്ടാവാണെന്ന കാര്യം പറഞ്ഞു കൊടുത്താൽ അവരത് മനസ്സിലാക്കിയാൽ അവർ സത്യത്തിൽ നിന്ന് അധികം ദൂരെ അല്ല. ഇതാണ് പൗലോസും ബർന്നബാസും ചെയ്തത്. അവരോട് പറഞ്ഞു, നിങ്ങൾ സൃഷ്ടാവായ ദൈവത്തിലേക്ക് തിരിയണം. അവർക്ക് പല ദൈവങ്ങളുണ്ട്, പക്ഷേ സൃഷ്ടാവാണ് ദൈവം. ആ ദൈവത്തെങ്കിലേക്ക് തിരിയണം. അതാണ് സുവിശേഷമെന്ന് പോലും അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൈവം, സൃഷ്ടാവായ ദൈവം, നിങ്ങളെ സ്വന്തം വഴിയിൽ നടക്കാൻ അനുവദിച്ചു. ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അവന് ഇഷ്ടം പോലെ ജീവിക്കാം. ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാം, ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ടും ജീവിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരിക്കുന്നു. ദൈവം സമ്മതിച്ചു എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ദൈവം തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങൾക്ക് തരികയാണ്. ദൈവം ഇതിനു മുമ്പും തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സൃഷ്ടിയിലൂടെയും ദൈവം അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അവർക്ക് ഫലഭൂയിഷ്ടമായ വിളവ് നൽകുന്നു, അവർക്ക് സുഖമായി ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നു, നല്ല കാലാവസ്ഥ കൊടുക്കുന്നു, മഴയും മഞ്ഞും വെയിലും കൊടുക്കുന്നു. ഇതൊക്കെ ദൈവം ചെയ്തത് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളിലൂടെയും ഈ സൃഷ്ടിയിലൂടെയും ദൈവം തന്നെക്കുറിച്ച് തന്നെയുള്ള സാക്ഷ്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതുതന്നെയാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവം ഈ സൃഷ്ടിയിലൂടെ ദൈവത്തിൻ്റെ അദൃശ്യ ശക്തി, നിത്യശക്തിയും അദൃശ്യമായ ഗുണങ്ങളും മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പൗലോസ് ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ തിരിയണം. സൃഷ്ടാവായ ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ തിരിയണം. ഇത് പറഞ്ഞ് അവർ പുരുഷാരത്തെ തടഞ്ഞു. പലപ്പോഴും ആരെങ്കിലുമൊക്കെ നമ്മെ ബഹുമാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് അനർഹമായി നമ്മെ ബഹുമാനിക്കുമ്പോൾ, അത് വേണ്ട എന്ന് പറയാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കിട്ടുന്ന ബഹുമാനം വേണ്ടെന്ന് വയ്ക്കാൻ ആർക്കും ഇഷ്ടമല്ല. ഇവിടെ പൗലോസിനെയും ബർന്നബാസിനെയും ദൈവമെന്നാണ് അവർ വിളിക്കുന്നത്. അവരെന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടാണ് അവർ വന്നത്. അവർക്ക് ആ അവസരം വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അവർ എന്താ ചെയ്തത്? അവർ പറഞ്ഞത്, ഒരു കാരണവശാലും നിങ്ങളിത് ചെയ്യാൻ പാടില്ല. അവരുടെ സർവശക്തിയും എടുത്ത് അവർ അത് തടഞ്ഞു.
അവരെ തന്നെ മഹത്വപ്പെടുത്തുന്ന, അതായത് ദൈവത്തിൻ്റെ മഹത്വം അവർ എടുക്കുന്ന കാര്യത്തിൽ അവർ ഒട്ടും വിട്ടുവീഴ്ച കാണിച്ചില്ല, ഞങ്ങളത് ചെയ്യില്ല എന്നവർ പറഞ്ഞു. ചില ആളുകൾ അവരെ ഇങ്ങനെ അകാരണമായി ബഹുമാനിക്കുകയും അമാനുഷികത കൽപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലർ എക്സ്ക്യൂസായിട്ട് പറയും, അവരങ്ങനെ ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? പൗലോസിനും ബർന്നബാസിനും വേണമെങ്കിൽ അത് പറയുമായിരുന്നു. അവരുടെ രീതിയാ യാഗം കഴിക്കുന്നതും മാലയിടുന്നതും, ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. അവർ പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങളെ ദൈവമായി അംഗീകരിക്കരുത്, ഞങ്ങൾക്ക് ഇല്ലാത്ത ബഹുമാനം ഞങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങളെപ്പോലെ വെറും മനുഷ്യരാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മീക ഗോളത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്തീയ ഗോളത്തിൽ പല വലിയ ആളുകളും വീണുപോയ കഥ നാം കേട്ടിട്ടുണ്ട്. അവരുടെ വീഴ്ച ഇത്രയധികം പ്രസിദ്ധി ആർജിച്ചതും വലിയ സംഭവമായതിൻ്റെയും ഒരു കാരണം അവർക്ക് ആളുകൾ അനാവശ്യമായ ബഹുമാനം നൽകി. അവർ അർഹിക്കുന്നതിലും വലിയ പദവിയിലേക്ക് അവരെ ഉയർത്തി. അത് പാടില്ല എന്ന് പറയാനുള്ള ആത്മീയ പക്വത ആ ആളുകൾ കാണിച്ചുമില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലൊരു പരാജയമുണ്ടായപ്പോൾ അത് ഇവരെ വലിയ ആളുകളായി പുകഴ്ത്തിയ ആളുകളുടെ ജീവിതത്തിലും വലിയ ഒരു വീഴ്ച ഉണ്ടാക്കി. അവർക്ക് അത് താങ്ങാൻ പറ്റാത്തതായി. എന്തുകൊണ്ട് അയാൾ ഇത് ചെയ്തു, ഞാൻ ഒരിക്കലും അയാളെക്കുറിച്ച് ഇത് ചിന്തിച്ചില്ലല്ലോ എന്ന് പറയാനിടയായി തീർന്നു. നാം ഒരു കാര്യം ഓർക്കണം, ദൈവം തൻ്റെ മഹത്വം വേറെ ആർക്കും ഇട്ടുകൊടുക്കുകയില്ല. ആ കാര്യം ദൈവത്തെ സേവിക്കുന്ന ഓരോരുത്തരും ഓർത്തിരിക്കണം. അനാവശ്യമായി അർഹതയില്ലാത്ത ബഹുമാനം ആളുകൾ നമുക്ക് തരുമ്പോൾ അത് തടയണം. ആ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ അപകടമാണ്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.